അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, കഴിഞ്ഞ 10 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ശക്തമായി വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി രാഷ്ട്രീയമോ രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള ജനാധിപത്യ ഭരണ സംവിധാനങ്ങളോ മാറ്റങ്ങളോ അതിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഈ ഉള്ളവൻ. എങ്കിലും മതരംഗത്തുള്ള പല പ്രസ്ഥാനങ്ങളും പല വ്യക്തികളും ഇത്തരം തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാറുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരക്കാരുടെ പൊള്ളത്തരങ്ങളും ആദർശമില്ലായ്മയും തുറന്നു കാണിക്കാൻ വേണ്ടി ഈ ഒരു വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ നിർവാഹമില്ല എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, കേരളത്തിൽ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരണത്തിൽ വരുമ്പോഴും ഇവിടെയുള്ള പല മതപ്രസ്ഥാനങ്ങളും ഉത്തരത്തിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന പല്ലിയുടെ സ്വഭാവം പുറത്തെടുക്കാറുണ്ട്. താൻ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ഈ ബിൽഡിംഗ് നിലം പതിക്കാത്തത് എന്നാണ് ഉത്തരത്തിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന പല്ലിയുടെ വിചാരം എന്ന് സാധാരണ പറയാറുണ്ട്. ഇത്തരത്തിൽ ഉത്തരത്തിലെ പല്ലികളായ ചില പ്രസ്ഥാനങ്ങളെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും പറയാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എല്ലാ രംഗത്തുമെന്ന പോലെ ഈ നെറികെട്ട വിഭാഗത്തിലും മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ കാന്തപുരം വിഭാഗമാണ്. കാന്തപുരം വിഭാഗത്തിലെ പല മുന്നണി പ്രഭാഷകരും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇന്നലെ ഇലക്ഷൻ റിസൾട്ട് വന്നതിനു ശേഷം UDF പിന്തുണച്ചുകൊണ്ടും UDF ആശംസ അറിയിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ EK വിഭാഗത്തിലെ ഷജറകളുടെയോ പിന്തുണയില്ലാതെയാണ് UDF ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ പറയല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് തങ്ങളുടെ നിലപാട് എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞവരാണ് കാന്തപുരം വിഭാഗത്തിന്റെ നേതാക്കൾ. അവരുടെ ഏറ്റവും വലിയ നേതാവായ മുട്ടിപ്പടി സ്വലാത്ത് കച്ചവടക്കാരൻ തന്നെ പറയട്ടെ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി AP സമസ്ത വിഭാഗം. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയില്ലെന്ന് സമസ്ത AP വിഭാഗം. ജമാഅത്തെ ഇസ്ലാമി മത തീവ്ര പ്രസ്ഥാനം. മതരാഷ്ട്രവാദം പുലർത്തുന്ന ജമാഅത്തിനെ പിന്തുണയ്ക്കുന്നവർക്ക് പിന്തുണയില്ല, സഹായിച്ചവരെ തിരിച്ചും സഹായിക്കുമെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ. തുടർഭരണം വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് വോട്ടർമാരാണല്ലോ. ഭരിക്കുന്ന കക്ഷികളുടെ ഭരണം നന്നായെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ തുടർഭരണം അവർ അനുകൂലിക്കും, ഇല്ലെങ്കിൽ അവർ മാറ്റിയെഴുതും. അത് ഒരു പാർട്ടി തീരുമാനിക്കേണ്ടതല്ലല്ലോ. ജനങ്ങൾ ആര് ജയിക്കും ജയിക്കില്ല എന്നൊക്കെ തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. പക്ഷെ ഞങ്ങളുടെ തീരുമാനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു മതതീവ്ര പ്രസ്ഥാനമാണ്. അത് മതരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇസ്ലാമിയുമായി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കും എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തന്നെയാണ്. അതിൽ വലിയ അമർഷം ഈ AP വിഭാഗത്തിനുണ്ട്. പക്ഷേ അത് അവർ VD സതീശന്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നവർക്ക് തങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഈ പിന്തുണ സ്വീകരിക്കുമെന്ന് പലപ്പോഴും സതീശൻ തുറന്നു പറഞ്ഞതാണ്. ഇതിൽ വലിയ എതിർപ്പ് ഈ കാന്തപുരം വിഭാഗത്തിലുണ്ട്. പക്ഷേ അത് തുറന്നു പറയാൻ, സതീശന്റെ പേരെടുത്ത് പറയാൻ അവർ തയ്യാറായില്ലെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നവർക്ക് ആർക്കും തങ്ങളുടെ പിന്തുണ ഇല്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുന്നത്. കൃത്യമായി ഇത്തരത്തിൽ UDF പിന്തുണ ഉണ്ടാവില്ല. കഴിഞ്ഞ തവണത്തെ പോലെ, എല്ലാ പ്രാവശ്യത്തെ പോലെ LDF തന്നെയായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്തുണ എന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഇവന്മാരുടെ നിലപാട്. ഈ തെരഞ്ഞെടുപ്പിൽ നിന്നല്ല, ഇവന്മാരുടെ സംഘടന രൂപീകൃതമായതിനു ശേഷം കേരളത്തിലുണ്ടായ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇവർ കമ്മ്യൂണിസ്റ്റ് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനിവർ പറയുന്ന ന്യായീകരണമാണ് ഞങ്ങളെ സഹായിച്ചവരെ തിരിച്ചു സഹായിക്കും. ഞങ്ങളെ സഹായിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ് ഇവരെല്ലാ കാലത്തും സഹായിച്ചിട്ടുള്ളത്. അത് ഈ BJP വരണ്ടയിൽ. അപ്പൊ അത്തരക്കാരൊക്കെ ഞങ്ങൾ തിരിച്ചു സഹായിക്കും. ഈ നിലപാടിൽ ഈ ഇലക്ഷനിലും മാറ്റം വന്നിട്ടില്ല. ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞവന്മാരൊക്കെ പുറത്തു ചാടും. എന്നിട്ട് പറയും ഞങ്ങളെ വോട്ടോടാണ് അവിടെ UDF ജയിച്ചത്, മറ്റേ മണ്ഡലത്തിൽ ഞങ്ങൾ UDF പിന്തുണ കൊടുത്തിട്ടുണ്ട്, ഈ മണ്ഡലത്തിൽ UDF പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എട്ടുകാലി മമ്മുഞ്ഞിന്റെ സ്വഭാവമായിട്ട് ഇവന്മാർ രംഗത്ത് വരും. അത് വരാതിരിക്കാനും വന്നാൽ തന്നെ ഇവന്മാരെ കുറിച്ച് ആളുകൾക്കൊരു ധാരണയുണ്ടാകാനുമാണ് ഇത് പറയണത്. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF അതുകൊണ്ട് ഞങ്ങൾ UDF പിന്തുണക്കൂലാന്ന്. ഇവരെ പ്രശ്നം അതൊന്നല്ല. ഇവർക്ക് എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകളുടെ കൂടെ നിൽക്കാനും UDF എതിരെ നിൽക്കാനും എന്തെങ്കിലും ഒരു കാരണം വേണം. അത് ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമിന്റെ പേരെടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യത്തെ ഇലക്ഷനിലെങ്ങാനും
LDF മൂന്നാമതും അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ അതിന്റെ സകല ക്രെഡിറ്റും ഇവിടുത്തെ കാന്തപുരം വിഭാഗം ഏറ്റെടുക്കുമായിരുന്നു. ഞങ്ങൾ കാരണമാണ് ഇവിടെ LDF വീണ്ടും അധികാരത്തിൽ വന്നത്, UDFനെ തോൽപ്പിച്ചത് ഞങ്ങളാണ്. ഇപ്പം ഉണ്ടാതിരിക്കുകയാണ്. കാരണം അത്രത്തോളം ഇവന്മാർക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല എന്ന് ഇവിടെ നടന്ന കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും ഇവർ ആവർത്തിച്ച് തെളിയിച്ചാണ്. ഇവരുടെ കാൻഡിഡേറ്റായ സ്ഥാനാർത്ഥികൾ വരെ വമ്പം ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടിട്ടുണ്ട്. ഹുസൈൻ രണ്ടത്താണി അടക്കം ഇവർ എല്ലാ ഉറൂസുകളിലും എല്ലാ കുത്തുബിയത്തും എല്ലാ റാത്തീബും എല്ലാ മടവൂരിന്റെ ചാർത്തങ്ങ് പോയി കുത്തിമറിഞ്ഞിട്ടും ഇവര് തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു സ്ഥാനാർത്ഥിയെപ്പോലും തോൽപ്പിക്കാൻ കഴിയാത്ത വെറും ദുർബലരായ ടീമാണ് ഈ കാന്തപുരം വിഭാഗം. ഒരു വലിയ വർത്താനൊക്കെ പറയും, ഞങ്ങളോട് വിചാരിച്ചു കഴിഞ്ഞാൽ കാരന്തൂർ മർക്കസിനുള്ളിൽ നിന്നിട്ട് കാന്തപുരം ഒരു ശരട് പിടിച്ചാൽ കുലുക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും കുലുങ്ങൊന്ന്. നിങ്ങൾ ട്രൗസറിന്റെ ഒക്കെ ശരട് പിടിച്ച് കുലുക്കേണ്ടി വരും കാന്തപുരം എല്ലായിടത്തും കുലുങ്ങാന്. അല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഒരു ചുക്കും ചുണ്ണാമും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇവർ ഈ ഇലക്ഷനിൽ കൂടി തെളിയിച്ചു. അപ്പൊ ഇത് ഈ വിഷയത്തിന്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വേറൊരു വാദമാണ്, ഇവിടെ കേരളം മാത്രമല്ല ഇന്ത്യ രാജ്യം മാത്രമല്ല ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഇവിടെ മടവൂരാണ്. അത് 18,000 ലോകം നിയന്ത്രിക്കുന്ന മടവൂരാണ്. ആ വിഷയത്തിൽ നമ്മൾ വേറെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. മടവൂരിനെ നമ്മൾ 2 മാസമായിട്ട് വേറെ ചില കാരണം കൊണ്ട് വെറുതെ വിട്ടതാണ്, ഈ വരും ഇൻഷാ അല്ലാ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നതിലുപരി ഈ ഇന്ത്യ രാജ്യത്തെ ഭരണകർത്താക്കളെ തീരുമാനിക്കുന്നത്, കേരളത്തിലെ ഭരണകർത്താക്കളെ തീരുമാനിക്കുന്നത് എല്ലാം മടവൂരാണ്. മടവൂർ വിചാരിച്ചാൽ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനോ ചെയ്യാനോ ആർക്കും കഴിയില്ല എന്നൊരു വാദം ഇവന്മാർ ഈ കാന്തപുരം അടക്കമുള്ള സകല മല്ലമാരും ആ മല്ലമാരുടെ വായിൽ നിന്ന് വീഴുന്ന വിഡ്ഢിത്തരങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന കുഞ്ഞാടുകളും സാധാരണ പാടി നടക്കാറുള്ള സംഗതിയാണ്. മടവൂർ വിചാരിക്കാതെ അവിടെ ഒന്നും നടക്കൂല. മടവൂരാണ് എല്ലാ ഭരണകർത്താക്കളെയും നിയന്ത്രിക്കുന്നത്. മടവൂരാണ് ഭരണകർത്താക്കളെ ഒഴിവാക്കുന്നത്, രാജിവെപ്പിക്കുന്നത്, സ്ഥാനഭ്രഷ്ടരാക്കുന്നത് ഒക്കെ മടവൂരാണ്. മടവൂര് മാത്രമല്ല, മടവൂരിന്റെ താഴെ ഗ്രേഡിൽ കിടക്കുന്ന ജൂനിയർ ഔലിയാക്കന്മാരുണ്ടല്ലോ ഇവന്മാരെ കൂട്ടത്തിൽപ്പെട്ട് അത്തരത്തിൽപ്പെട്ട ആളുകൾ പോലും ഇവിടെയുള്ള ഭരണകർത്താക്കളെ മാറ്റാനും നിയന്ത്രിക്കാനും ഭരണകർത്താക്കളെ നിയമിക്കാനൊക്കെ അധികാരം അവർക്കാണെന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മടവൂര് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണെങ്കിൽ, അജ്മീർ ഖാജ ഇന്ത്യ മൊത്തം നിയന്ത്രിക്കുന്ന ആളാണെങ്കിൽ, ഈ മടവൂരിന്റെ കീഴിൽപ്പെട്ട ചില ജൂനിയർ ഔലിയാക്കള് ഇവിടെ കേരളത്തിൽപ്പെട്ട മന്ത്രിസഭയിലെ പല മന്ത്രിമാരെയും നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം അത്തരത്തിൽപ്പെട്ട ഔലിയാക്കളാണ്. അതിൽപ്പെട്ട ഒരു ഔലിയ എന്ന് പറയുന്ന ആളാണ് എറണാകുളം ജില്ലയിലെ വെളിയത്തുനാട് ഉപ്പാപ്പ എന്ന് ഒരു അന്തം കെട്ട കാക്ക പറയുന്നതും. ആ മറ്റേ ഹംക്കുണ്ടല്ലോ, ഇത് മടവൂർ കാഫില നടത്തുന്ന തലക്കുള്ളിൽ ആൾതാമസമില്ലാത്ത ശൂന്യത മാത്രമുള്ള മതപരമായോ ഭൗതികപരമായോ രാഷ്ട്രീയപരമായോ ഒരറിവുമില്ലാത്ത ഒരു ചുക്കും ചുണ്ണാമ്പും തിരിയാത്ത ആ സിറാജുദ്ദീൻ ലത്തീഫ് ഉണ്ടല്ലോ മടവൂർ കാഫിലക്കാരൻ, മൈക്കും പിടിച്ചിട്ട് ഇങ്ങനെ ആളുകൾ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റിട്ട് എല്ലാ തോന്നിയാസങ്ങളും വഷളത്തരങ്ങളും പറയിപ്പിക്കുന്ന അവനോട് ഒരു അന്തമില്ലാത്തൊരു ചെങ്ങായി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അതുപോലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തില് ശിവദാസ മേനോന്ന് പറഞ്ഞ ബോർഡ് എഴുതി തൃപ്പൂണിത്തുറയില്. അപ്പൊ മൂപ്പര് വെളിനാട് ഇപ്പൊ പറഞ്ഞു വണ്ടി അവിടെ നിർത്ത്, ഇതെന്താ എഴുതിയേക്കണെന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ശിവദാസ മേനോൻ ഇദ്ദേഹം ധനകാര്യമന്ത്രി ആയാലെന്താ, ആ ഇലക്ഷനിൽ പുള്ളി ജയിക്കുകയും ചെയ്ത് ധനകാര്യമന്ത്രി തന്നെ ആയി. ഇലക്ഷന് മുമ്പ് സത്യം 100% സത്യം. എന്ത് വേണേലും ഉത്സാഹ പിടിച്ച് പറഞ്ഞെടുക്കാം. എനിക്ക് വിശ്വാസമാണ്. ഈ പരിപാടി കാണുന്ന എത്രയോ അള്ളാഹ് നന്നാക്കിയാലേ നന്നാവത്തുള്ളൂ. നമ്മള് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ നന്നാക്കാൻ ഉദ്ദേശം നന്നാവും. അത്രേ ഉള്ളു. എന്നാലും ഞാൻ എടുത്തു ചോദിക്കുന്നതിന്റെ കാരണം അല്ലെങ്കിൽ ഉണ്ടോ, അല്ലെങ്കിൽ മറ്റൊരാള് പറഞ്ഞിട്ട് കേട്ട അനുഭവം അല്ല, സ്വന്തം കണ്ടുകൊണ്ട് കണ്ട അനുഭവമാണ് നമ്മളോട് പറയുന്നത്. ഓർഡർ കാഫിൽ അങ്ങനത്തെ അനുഭവങ്ങൾ മാത്രമാണ് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാറുള്ളത്. അപ്പൊ അത് അനുഭവിച്ചവരെ ഈ പറയുന്നത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ആ ഇലക്ഷനിൽ പുള്ളി ജയിക്കുകയും ചെയ്ത് ധനകാര്യമന്ത്രി ആകുകയും ചെയ്തു. ഇടതുപക്ഷം പുള്ളി അധികാരത്തിൽ വന്നത് അല്ല. അപ്പൊ ഇടതുപക്ഷം വരുമെന്ന് പുള്ളി പറഞ്ഞില്ല, വലതുപക്ഷം വരുമെന്നും പറഞ്ഞില്ല. ഇദ്ദേഹം ധനകാര്യമന്ത്രി ആയാലെന്താന്ന് ചോദിച്ചു. ആ സമയത്ത് പുള്ളി അത് അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. അയാൾ അറിയണ എങ്ങനെയാണ്, ഞാനും മൂപ്പരും. പേരെന്താ മന്ത്രികളാ? ശിവദാസ മേനോൻ. ഈ വീഡിയോ കണ്ടിട്ട് അറിയട്ടെ, ഉപ്പാപ്പാന്റെ കറാമത്തിലൂടെ ആയതാണത്. ഭയങ്കര കറാമത്തല്ലേ. അപ്പൊ എന്താ ഈ കാക്ക പറയണത്? തൃപ്പൂണിത്തുറ മണ്ഡലത്തില് ശിവദാസ മേനോന്റെ പോസ്റ്റർ കണ്ടിട്ട് ഈ വെളിയത്തുനാട് ഉപ്പാപ്പ എന്ന് പറഞ്ഞ ചങ്ങായി പറഞ്ഞത്രേ, ഇയാൾ ധനകാര്യമന്ത്രി ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും. ഇത് ശിവദാസ മേനോൻ പോലും അറിഞ്ഞിട്ടില്ല കേട്ടാ. അങ്ങനെ ആ കൊല്ലം മൂപ്പര് മത്സരിച്ച് ജയിച്ച് ധനകാര്യമന്ത്രിയായി എന്നാണ് ഇയാൾ ഈ പറയണത്.
ഒരു കുറച്ചെങ്കിലും ലെവലേഷൻ കേരള രാഷ്ട്രീയത്തിനെ കുറിച്ചോ കേരള ചരിത്രത്തിനെ കുറിച്ചോ ബോധമുള്ളതെന്ന് പറയോ? ടി ശിവദാസ മേനോൻ ആദ്യം മന്ത്രിയായത് 1987 നായനാർ മന്ത്രിസഭയിൽ വൈദ്യുത ഗ്രാമവികസന മന്ത്രിയായിരുന്നു. അത് പാലക്കാട് നിന്ന് മത്സരിച്ചിട്ടാണ് മന്ത്രിയായത്. പിന്നീട് 96 ടി ശിവദാസ മേനോൻ ഇവിടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അത് മലമ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടാണ്. തൃപ്പൂണിത്തുറ ഇവിടെ കിടക്കണ്, മലമ്പുഴ ഇവിടെ കിടക്കണ്. അപ്പൊ അതുപോലെ ഈ ചങ്ങായിക്കറിയിൽ അങ്ങനെ തട്ടിവിടുന്ന് ഞാൻ കണ്ട കറാമത്താണിത്. അപ്പൊ മറ്റവൻ ചോദിക്കുകയാണ്, മടവൂർ കാഫിലക്കാരൻ അന്തം കെട്ടവന്, എനിക്കിതൊക്കെ വിശ്വാസമാണ്. എനിക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ. അനക്ക് മടവൂരിനെ കുറിച്ച് ആരെന്ത് തോന്നിയാസം പറഞ്ഞാലും മുണങ്ങാൻ റെഡിയായി നടക്കുന്ന ഒരു ഹംകളയ്. ഒരുത്ത നാളെ പറയാണ് ജോൺ എഫ് കെന്നഡിക്ക് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് മടവൂരാന്ന് പറഞ്ഞാൽ ഇവന് തന്നെ എന്ന് ചോദിക്കും ഈ അന്തം കെട്ടോന്. അത്ര അന്തം കെട്ടോന് ഞാൻ പറഞ്ഞില്ലേ, തലന്റെ ഉള്ളിൽ ശൂന്യത മാത്രമേയുള്ള ഒരു ബലൂൺ പോലെയുള്ള തലയാണ് വേണ്ടത്, ശൂന്യത മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ മടവൂർ കാഫിലക്കാരൻ ഹംക്ക് പറയാണ്, ഈ വിവരം ശിവദാസ മേനോൻ അറിഞ്ഞിട്ടുണ്ടോ? എന്ത് ഈ വെളിയെത്തുനാട് ഉപ്പാപ്പ മൂപ്പരെ ധനമന്ത്രിയാക്കിയ കഥ? അപ്പൊ ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ശിവദാസ മേനോന് മനസ്സിലാക്കട്ടെ വെളിയെത്തുനാട് ഉപ്പാപ്പാന്റെ കറാമത്ത് എന്ന്. എടാ അന്തം കെട്ടോനെ, ഈ വീഡിയോ ചെയ്യണതിന് എത്രയോ മുമ്പ് ശിവദാസ മേനോൻ മരിച്ചു പോയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ആരാ ശിവദാസ മേനോന്? എന്തായിരുന്നു മൂപ്പരെ പാർട്ടി? ഏതൊക്കെ വകുപ്പ് മൂപ്പര് കൈകാര്യം ചെയ്തിരുന്നത്? ഏത് കാലത്താ മന്ത്രിയായത്? ഒന്നും ഇവൻ അറിയില്ല. ശിവദാസ മേനോൻ എന്നുള്ള പേരെന്നെ ആദ്യമായിട്ട് കേൾക്കായിരിക്കും. പണ്ട് ഇവനെ പോലത്തെ ഒരു അന്തമില്ലാത്ത ആദ്യമായിട്ട് ബോംബെ പോയ ഒരു ചരിത്രമുണ്ട്. ഓന് ഹിന്ദി അറിയില്ല. രാവിലെ തന്നെ ബോംബെയിൽ ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോണ്ട് ഒരു കല്യാണ പാർട്ടി ഇങ്ങനെ പോകും, ഒരു പുതിയ പിളച്ചക്ക ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അടുത്തുള്ള ഒരു ചങ്ങാനോട് ചോദിച്ചത്രേ, ആരുതാ ഈ കല്യാണം എന്ന് ചോദിച്ചത്രേ. അപ്പൊ അയാൾ പറഞ്ഞു നെയ് മാലൂം സാബ്. അപ്പൊ ഇവന്റെ വിചാരം നെയ് മാലൂം സാബ് പറഞ്ഞ കല്യാണ ചക്കന്റെ പേരാന്നാ. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും അങ്ങാടിക്ക് ഇറങ്ങിയപ്പോ വേറെ ആൾ മരിച്ചിട്ട് മയ്യത്തുണ്ടോണ്ട്. അപ്പൊ അവൻ ചോദിച്ചു ഒരാളോട്, ആരെ മരിച്ചു എന്ന് ചോദിച്ചത്രേ. അപ്പൊ അയാളും പറഞ്ഞു നെയ് മാലൂം സാബ്. അപ്പൊ ഇങ്ങനെ താടൊക്കെ കയ്യും കൊടുത്തിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ച് പറയണ്, ഓ കണ്ടില്ലേ ഇത്ര ഉള്ളു മനുഷ്യന്മാരൊക്കെ. അതാ രാവിലെ കണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ നെയ് മാലൂം സാബിന്റെ, വൈകുന്നേരം ആയപ്പോ തന്നെ മൂപ്പര് മരിച്ചു. ഇത്ര ഉള്ളു മനുഷ്യന്റെ കഥ എന്ന്. ഈ പറഞ്ഞ മാതിരിയാണ് ഈ അന്തം കെട്ട മടവൂർ കാഫിലക്കാരന്റെ കഥ. ഓനെ ശിവദാസ മേനോനും അറിയില്ല, ആ പേരും അറിയില്ല, അത് ആരാന്നും അറിയില്ല, ഏത് പാർട്ടിയാന്നും അറിയില്ല, എന്ന് മന്ത്രിയായതൊന്നും അറിയില്ല. ഓനെങ്ങനെ ഒരു ഒച്ച, അത്രേ ഉള്ളൂ. ഇങ്ങനെ മൈക്കും താങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുക. മടവൂരിന്റെ പേരുണ്ടോ കഥയില്? അത്ര കിട്ടിയാൽ മതി അവനക്ക്. ഈ വീഡിയോ കണ്ടിട്ട് ശിവദാസ മേനോൻ മനസ്സിലാക്കട്ടെ ഉപ്പാപ്പാന്റെ കറാമത്ത്. ഇതൊരു കാര്യം ചെയ്യേ, ശിവദാസ മേനോന്റെ കുയ്മാടത്ത് കൊണ്ടുപോയിട്ട് LCD ഇട്ടുകൾ പ്രദർശിപ്പിച്ചാളാ ഈ വീഡിയോ. അല്ലാതെ എന്തോടും എന്നോടൊക്കെ പറയാ. എന്ത് ചെയ്യാനാണ് ഇവന്മാരൊക്കെ? ഈ ഇത്ര അന്തല്ലാത്തവന്മാരായി പോയില്ല ഈ ഖുറാഫി കൗമ്. വല്ലാത്തൊരു സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത് ജൂനിയർ ഔലിയായ വെളിയത്തുനാട് ഉപ്പാപ്പാന്റെ കറാമത്ത്. ഇനി സീനിയർ ഔലിയ ആര്? കുത്തുബുല്ലോലും മുതബ്ബിറുൽ ആലം, മറ്റേത് മറിച്ചത് തേങ്ങാക്കോല മടവൂരോ. അയാൾ ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഒതുങ്ങൂല, കേരളത്തിൽ ഒതുങ്ങൂല, ഇന്ത്യ മൊത്തം ഭരിക്കണത് മൂപ്പരാനാണ്. വേറൊരു കാക്ക, തലക്ക് വെളിവില്ലാത്ത കാക്ക പറയണത് കേട്ടോളി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോ എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു, ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദല്ല, ഇന്ന് ഭരിക്കുന്നത് ഷെയ്ഖുനെയാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോ എനിക്ക് ഭ്രാന്താന്ന് തോന്നുന്നു, ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദല്ല, ഇന്ന് ഭരിക്കുന്നത് ഷെയ്ഖുനെയാണ്. ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ഷെയ്ഖുന നേടിയെടുത്തത്. അതിൽ നിന്ന് കുറച്ച് നമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ തരാൻ മുതലുള്ളതാണ് ഇവിടെ ഉള്ള മഹാൻ. അപ്പൊ എന്താണ് ഈ തലയും തലച്ചോറും നരച്ച ഈ കാക്ക പറയണത്? ഇയാൾ ചില്ലറക്കാരന UK മജീദ് മുസ്ലിയാര്. ഇയാളാണ് ഈ കേരളത്തിൽ മടവൂരിയത്തിന്റെ, ഈ മടവൂരിയത്ത് എന്ന് പറയുന്ന ഈ ശൈത്താനീയത്തിന്റെ മുഖ്യ പ്രചാരകരിൽ ഒരാള്. മനസ്സിലായോ? ഇയാളെ തൊള്ളിക്കൂടി വരാത്ത കുഫറൊന്നും ബാക്കിയില്ലട്ടോ. നീ ഇയാളാണ് പറഞ്ഞത് മടവൂരിന്റെ കറാമത്തെ കണ്ടിട്ട് അള്ളാഹു ആണ് എന്ന് തോന്നിപ്പോകുന്നു പറഞ്ഞത് ഈ ശൈത്താൻ കാക്കയാണ്. അപ്പൊ ഇയാൾ എന്തായി പറഞ്ഞത്? ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനുൽ ഹിന്ദ്, അതായത് ഖാജ മുഈനുദ്ദീൻ ചിശ്തി എന്ന് പറഞ്ഞ ഷിയണ്ടല്ല, അച്ചങ്ങായി ഒന്നല്ല, മടവൂർ ഷെയ്ഖുനാണ് എന്ന്. അപ്പൊ ഈ കേരളത്തിലെ പൊതുവുള്ള ഖുറാഫിയുടെ വാദം എന്താണെന്നറിയോ? ഈ ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഉണ്ടല്ലോ, അജ്മീറിൽ കുഴിച്ചിട്ട് അച്ചങ്ങായി, ആ പക്കശിയ അച്ചങ്ങായിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഓരോ ഭരണാധികാരിയെയും തീരുമാനിക്കുന്നതും അയാളാണ്. അയാളുടെ പേര് സുൽത്താനുൽ ഹിന്ദ് എന്നാണ്, ഇന്ത്യയുടെ സുൽത്താൻ എന്നാണ് പൊതുവെ പറയല്. അപ്പൊ ഇയാൾക്ക് അത് അംഗീകരിക്കാൻ മടി. അത് ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ഈ പിരാന്തന്മാരെ അനുയായികൾ തമ്മിലുള്ള ചില പോട്ടികളുണ്ട്, ചില ഗ്രൂപ്പ് വഴക്കുകൾ, കേരള കോൺഗ്രസ്സുമാരി.
എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു സോക്കറാണത്. അപ്പൊ ഇയാൾ വരിക അത് സുൽത്താനുൽ ഹിന്ദൊന്നല്ല, നമ്മളീ പിരാന്തം മടവൂരുണ്ടല്ലോ കോഴിക്കോടുള്ള അച്ചങ്ങായിയാണ് ഇന്ത്യ മൊത്തം ഭരിക്കുന്നത് എന്ന് ഇയാളെ വാദം. എന്നിട്ട് ഇയാൾ പറയാ ഇത് പറയുമ്പോ നിങ്ങൾ വിചാരിച്ചും എനിക്ക് പിരാന്താണെന്നുള്ളത്. വിചാരിക്കുന്നല്ല, ഉറപ്പന്നെയാണ്. അനക്കും പിരാന്താണ്, മടവൂരിനും പിരാന്താണ്. കാരണം ഈ പിരാന്തം മടവൂരിന്റെ ഈ കറാമത്തും തൊലിച്ച് നടക്കുന്ന നിങ്ങളെ പണി. നിങ്ങൾക്ക് പിരാന്തായില്ലെങ്കിൽ പിന്നെ ആർക്കാ പിരാന്താകുക? മൊത്തത്തിൽ ഈ മടവൂരിന്റെ അപദാനങ്ങൾ വാഴ്ത്തി പറഞ്ഞിളക്കുന്ന സകല എണ്ണത്തിനും ഈ മെന്റലുണ്ട്, ഈ മാനസിക രോഗമുണ്ട്. അത് കാന്തപുര അബൂബക്കർമൊല്ലാക്ക് അടക്കമുള്ള ആൾക്കാർക്ക് ഈ മാനസികമുണ്ട്. മനസ്സിലായോ? അത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. എല്ലാവർക്കും ഈ മടവൂരിയത്ത് എന്ന് പറയുന്ന ഈ ശൈത്താനിയത്ത് തലയിൽ കയറിയ എല്ലാ മൊല്ലമാരും ഹാഫ് മെന്റൽ മൊല്ലമാരാണ്, ഒരു സംശയം വേണ്ട. ഇയാൾ മാത്രമല്ല, ഇയാൾ ഈ വാദക്കാർ വേറെ കുറെ ആൾക്കാരുണ്ട്. ഈ മടവൂരും കാജാമോയിലും തമ്മിലുള്ള ഗുസ്തി ഉണ്ടല്ലോ, ഈ കിടമത്സരം, ഇതുപോലെ അനുയായികളുടെ ഇടയിലുണ്ട്. അപ്പൊ മടവൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ വരെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ള ആളാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് മടവൂരിന്റെ പിരാന്തും പാടി നടക്കുന്ന പകരക്കാരൻ മൊല്ലണ്ടല്ലോ, പകരക്കാരൻ ആശനി, ഓനെ കുറിച്ച് ഞാൻ വേറെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഓന്റെ വാദം ഇന്ദിരാഗാന്ധിയെ സസ്പെൻഡ് ചെയ്തത് മടവൂരാന്നാണ്. കേട്ടോളി. ഷെയ്ഖുന വൈലത്തൂർ തങ്ങൾ പാപ്പ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കല്ലായിലോ ഏതോ സ്ഥലത്തൊരു ഹോട്ടലിൽ നിന്ന് ഷെയ്ഖുനാൻ്റെ കൂടെ ചായ കുടിച്ചിറങ്ങി. അപ്പോൾ മുക്കം മൊഹീദ്ദീൻ സാഹിബ് കൂടെയുണ്ട്. ചന്ദ്രികാ പത്രം അവിടെ കിടക്കുന്നുണ്ട്. ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട്. അതിലേക്ക് ഇങ്ങനെ ചൂണ്ടി ഈ മുക്കം മൊഹീദ്ദീൻ സാഹിബ് പറഞ്ഞു, ഷെയ്ഖുനാനോട് പറഞ്ഞു, ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവൾ എന്ന്. അത് വാസ്തവത്തിൽ മൊഹീദ്ദീൻ സാഹിബിന് അറിയാം ഇവൾ ഭരിക്കുന്നില്ല എന്ന്. പക്ഷെ ഷെയ്ഖുന മറുപടി പറയാൻ വേണ്ടി, ഷെയ്ഖുനയുടെ നാവിൽ നിന്ന് അതിന് മറുപടി കേൾക്കാൻ വേണ്ടിയായിരിക്കണം അദ്ദേഹം പറഞ്ഞത്. ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത്. ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല, ഷെയ്ഖുനെ ഭരിക്കുന്നവരാണ് എല്ലാവരും. അത് നമുക്ക് പറയാമെന്നറിയാം, നീ സംഭവിക്കാൻ പോകും നമ്മൾ നോക്കുക. അങ്ങനെ അത് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞു, അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല, അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിര ഭരണത്തിൽ നിന്നിറങ്ങി മൊറാർജി ഭരണത്തിൽ കയറി. ഷെയ്ഖുനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഷെയ്ഖുനെയാണ് ഇന്ദിരയെ ഭരിക്കുന്നത്. എങ്ങനെ എടുത്തള്ളു? ഇവിടെ കേരളത്തിൽ മടവൂരിയത്ത് എന്ന ശൈത്താനിയത്ത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച വേറെ ശൈത്താൻ ബാധയേറ്റ മൊല്ലാക്കിയാണ് ചങ്ങായി. ഇയാളപ്പത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, ഒന്ന് അന്വേഷിച്ചാളി. ഇയാൾക്ക് എല്ലാ അസുഖത്തിനും മടവൂരിനോട് പറഞ്ഞാൽ മതി. മടവൂര് വിചാരിച്ച അവിടെ തീരാത്ത അസുഖമല്ല. മടവൂർ മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കും, തലച്ചോറില്ലാത്ത ആൾക്കാരെ ഇവിടെ ഇങ്ങനെ നടത്തിക്കും, ഹൃദയമില്ലാത്ത ആൾക്കാർ ഇവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട്, ഓടിച്ചാടി നടക്കുന്നുണ്ട്. മടവൂർ ആംബുലൻസിൽ മരിച്ചു കൊണ്ടുപോകണം, മൃതദേഹത്തിലൊക്കെ കൊടകൊണ്ട് കുത്തിയിട്ട് നീച്ച് ഓടിച്ചു. ഇതൊക്കെ ഉളുപ്പില്ലാതെ കേരളത്തിൽ പ്രസംഗിച്ച ഒരു ചങ്ങായിയാണ്. മടവൂരിനോട് പറഞ്ഞാൽ മതി എല്ലാ അസുഖം മാറുമെന്ന് പറഞ്ഞ ഈ ചങ്ങായിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താന്നുള്ളത് ഞാൻ ഇപ്പൊ പറയണില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം, അവസരം വരും. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇച്ചങ്ങായി കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് ഇവർ കറാമത്തൊന്നും പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണത്? ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും താമസിയാതെ. ഇപ്പൊ ഞാനത് പറയണില്ല. അപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? വൈലത്തൂർ തങ്ങൾ പറഞ്ഞൊരു അനുഭവമാണ്. ഈ വൈലത്തൂർ തങ്ങൾ പറഞ്ഞ സാധനം ഏതാ? മരിക്കാൻ നേരത്ത് CM എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചിട്ട് ഒടുങ്ങിയ ആള്, അതാണ് വൈലത്തൂർ തങ്ങള്. അയാളാണ് പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ ഉത്ഭവം തൊട്ട് ഇന്ന് വരെ മടവൂരിന് തുല്യനായി ആരുമില്ല എന്ന് പറഞ്ഞ് എല്ലാ പ്രവാചകന്മാരും മടവൂരിന്റെ കീഴിലാക്കിയ ചങ്ങായിയാണ് വൈലത്തൂർ തങ്ങൾ. അത് വേറെ മെന്റല് ഒക്കെ കഴിഞ്ഞു പോട്ടെ. അപ്പൊ ഈ വൈലത്തൂർ തങ്ങൾ പറഞ്ഞൊരു അനുഭവമാണ് എന്ത്? മുക്കം മൊയ്തീൻ സാഹിബും വൈലത്തൂർ തങ്ങളും മടവൂരും കൂടി അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഏതൊരു ഹോട്ടലിൽ കയറിയ സമയത്ത് ചന്ദ്രിക പേപ്പറിൽ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോ കണ്ടപ്പോ ഈ മുക്കം മൊയ്തീൻ സാഹിബ് മടവൂരിനോട് പറഞ്ഞത്രേ, ഇവളാണല്ലോ എന്നെയും നിങ്ങളൊക്കെ ഭരിക്കുന്നത്. ഇയാൾ പറയാ, മുക്കം മൊയ്തീൻ സാഹിബിനെ അറിയാം, ഇന്ദിരാഗാന്ധി അല്ല നമ്മളെ ഭരിക്കണത്, മടവൂരിനെ ഭരിക്കാനൊന്നും ആരുമില്ല എന്നൊക്കെ അറിയാം. പിന്നെ എന്തിനാ പറഞ്ഞത്? മടവൂരിനൊന്ന് പിരിയേറ്റി, ഒന്ന് പിരാന്തോൽപ്പിച്ചാൻ വേണ്ടിയിട്ട്. അപ്പം മടവൂര് പറഞ്ഞു, ആ അങ്ങനെയാണെങ്കിൽ അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അത് പറഞ്ഞതും അവിടെ കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭ തലകുത്തനെ താഴോട്ട് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നു. മടവൂർ ഇവിടെ കോഴിക്കോട് എന്ന് പറഞ്ഞ പീഡിയക്കൊലയം ഇരുന്ന് പറഞ്ഞ ഒറ്റ വാക്കിന്റെ പേരിലാണ് ഈ അട്ടിമറി, ഭരണ അട്ടിമറി ഇന്ത്യ രാജ്യത്ത് നടന്നത്. ഇതൊക്കെ പറയണമെങ്കിൽ ഈ ശൈത്താന്മാർക്ക് എത്രത്തോളം ഹമാക്കത്ത് വേണം, എത്രത്തോളം വിവരക്കേടും, എത്രത്തോളം പൊതുജനങ്ങളെ കുറിച്ച് ബോധമില്ലായ്മയും രാഷ്ട്രീയ അജ്ഞതയും ഭൗതിക അജ്ഞതയും എത്രത്തോളം വേണം ഇവന്മാരൊക്കെ തലച്ചോറ്റിനുള്ളിൽ. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയാനുള്ള കാരണം എന്താ? അതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? അതിനുശേഷം ഈ മടവൂരി ജീവിച്ചിരിക്കെ ഇന്ദിരാഗാന്ധി വീണ്ടും പ്രധാനമന്ത്രി ആയിട്ടില്ലേ? വമ്പം ഭൂരിപക്ഷത്തിൽ പ്രധാനമന്ത്രി ആയിട്ടില്ലേ? അന്ന് ഈ മടവൂരി എവിടെയായിരുന്നു? അതാ വീണ്ടും പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ദിരാഗാന്ധി സർജറി ഒക്കെ ചെയ്തിട്ട് ആണായി മാറിയോ? തന്നെ തലക്ക് വെളിവില്ല എന്ന് വിചാരിച്ചിട്ട് ലക്കും ലഗാനില്ല എന്തേലും വിളിച്ചു പറയുന്നേ.
ഇനി സമ്മതിച്ചു, നിങ്ങളെ മടവൂരിന്റെ കറാമത്ത് തന്നെ, നിങ്ങളെ മടവൂർ വലിയ മൂപ്പൻ തന്നെ സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും ഇന്ദിരാഗാന്ധിയെ സസ്പെൻഡ് ചെയ്യാനും ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനും മടവൂരിന് അധികാരമുണ്ടെങ്കിൽ പോലും എടോ മടവൂർ ഇത് ചെയ്യാൻ പാടുണ്ടോ? ആരാ ഇന്ദിരാഗാന്ധി? നിങ്ങൾ അജ്മീർ ഖാജന്റെ ഏറ്റവും അടുത്ത ആള്, അജ്മീർ ഖാജിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആള്. അപ്പൊ അങ്ങനെയുള്ള ഇന്ദിരാഗാന്ധിയെ, അജ്മീർ ഖാജിയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് ഭരണത്തിലേറിയ ഇന്ദിരാഗാന്ധിയെ, അജ്മീർ ഖാജിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഈ ഇന്ദിരാഗാന്ധിയെ ഭരണത്തിൽ നിന്നും താഴെ ഇറക്കാൻ മടവൂരിനെ പ്രേരിപ്പിച്ച ഘടകമെന്ത്? അജ്മീർ ഖാജിയോടുള്ള അസൂയ അല്ലാതെ. അതാ ഞാൻ പറഞ്ഞ പോലെ ഔലിയാക്കൾ തമ്മിൽ കേരള കോൺഗ്രസ്സുമാരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടിയും പകയും വൈരാഗ്യവും വിദ്വേഷമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അജ്മീർ ഖാജന്റെ അടുത്ത ആളാ. ഇത് ഞാൻ പറയല്ല, ഞങ്ങളുടെ മൂത്തേടത്തെ പിരാന്തം പറയട്ടെ. ഏതൊരു പ്രയാസമുണ്ടാവുകയാണെങ്കിലും ഇന്ത്യ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഒരു അത്ഭുത പ്രതിഭയായിരുന്നു. സത്യത്തിൽ ഇന്ദിരാഗാന്ധി നിങ്ങൾക്കറിയും. ഞാൻ പറയുന്നത് മുഗൾ ചക്രവർത്തിമാർ മാത്രമല്ല, ഇന്ദിരാഗാന്ധി എന്തൊരു വിഷയം വന്നാലും നേരെ ബഹുമാനപ്പെട്ട ഖാജയുടെ അടുത്ത് പോയി സിയാറത്ത് ചെയ്യുക എന്നത് പതിവായിരുന്നു. ധാരാളം ഭരണാധികാരികൾ മുമ്പും ശേഷവും അത് അനുവർത്തിച്ചു വന്നിട്ടുണ്ട്. അതെല്ലാവരും അറിയുന്ന ഒരു സത്യവും പരമാർത്ഥവുമാണ്. ഇന്ത്യയുടെ ഈ നിലക്കുള്ള ഈ ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഈ ബന്ധം ഇത്രയേറെ സുദൃഢമായി നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന ബഹുമാനപ്പെട്ട ഹാജിയാണ്. കേട്ടോ പകരക്കാരൻ മൊല്ലേ എന്റെ മടവൂര് ചെയ്ത തോന്നിയാസം. കാരണം ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പ്രയാസവും പ്രതിസന്ധി ഉണ്ടെങ്കിലും അജ്മീർ ഖാജന്റെ അടുത്ത് പോയിക്കാണ് സിയാർത്ത് ചെയ്തിട്ട് അവിടുത്തെ അനുഗ്രഹം വാങ്ങും. അങ്ങനെ അജ്മീർ ഖാജയുടെ അനുഗ്രഹാശിസോട് കൂടിയാണ് ഇന്ദിരാഗാന്ധിന്റെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. അത്രയും അടുത്ത ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയപ്പോഴും പ്രധാനമന്ത്രി ആയതിനു ശേഷം എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അജ്മീർ ഖാജിയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങുമായിരുന്നു. ആ ഇന്ദിരാഗാന്ധിയെ പിടിച്ച് താഴെ ഇറക്കാൻ ആരാടോ എന്റെ മടവൂര്? അപ്പൊ നിങ്ങൾ പ്രേരിപ്പിച്ച ഘടകം എന്താ? അജ്മീർ ഖാജക്ക് അറിയില്ല ഇന്ദിരാഗാന്ധി പെണ്ണാണെന്നുള്ളത്. ഈ പെണ്ണ് നമ്മളെ ഭരിക്കാൻ പറ്റൂല. മടവൂരടക്കമുള്ള ഈ കുയിന്തുള്ള കുറച്ച് ഔലിയാക്കൾ കേരളത്തിലുണ്ട്. ഓല ഭരിച്ചിനി മടവൂരിന് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് അജ്മീർ ഖാജക്ക് അറിയില്ലേ? പിന്നെ ഇതിനെ കുറിച്ച് പ്രധാനമന്ത്രിയാക്കിയത്? അങ്ങനെ പ്രധാനമന്ത്രിയാക്കിയ ആര്? സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താനായ അജ്മീർ ഖാജ പ്രധാനമന്ത്രിയാക്കിയ ഇന്ദിരാഗാന്ധിയെ പിടിച്ച് താഴെ ഇറക്കാൻ മടവൂരിനെ പ്രേരിപ്പിച്ച ഘടകം നിങ്ങൾ ഔലിയാക്കൾ തമ്മിലുള്ള കുടിപ്പകയല്ലെങ്കിൽ മറ്റെന്താണ് പകരക്കാരൻ ഖുറാഫി എന്ന് പറയാൻ? അനക്ക് അസുഖം മാറിയ ശേഷം പറഞ്ഞാൽ മതി, ഇപ്പൊ തന്നെ പറയണമെന്നില്ല. സഹോദരങ്ങളെ, ഇത് ഒരാൾ മാത്രം പറയുന്ന സംഗതിയല്ല. ഇവന്മാര് തൊള്ള തുറന്നാൽ പറയുന്ന, നിരന്തരം പറയുന്ന ബടായികളിൽ ഒന്നാണ് ഇതൊക്കെ. ഇനി മറ്റുണ്ടല്ലോ വേറെ സഖാവ് പിലാക്കല പിരാന്തൻ അച്ചങ്ങായി പറയുന്നത് എന്താണ്? അജ്മീർ ഖാജയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഭരണത്തിലേറിയിട്ടുള്ളത്. അങ്ങനെ അനുഗ്രഹം വാങ്ങാത്തൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രിക്ക് അല്പകാലം കൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. കേട്ടോളി. ഖാജാ തങ്ങളെ റെക്കമെൻഡ് വേണം, എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതാ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവ് എന്ന് അവരുടെ. ആ ഇന്ത്യയുടെ രാജാവ്, ആ രാജകീയ പദവി അത് ഭൗതിക ലോകത്തും ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അത് കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ ഭരണാധികാരികളായി വരുന്നവരൊക്കെ ഏത് മതക്കാരനാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഭരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദി വരെ ഖാജാ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവിടെ അവിടെ പൂവൊക്കെ ഇട്ട് അവിടെ ഒന്ന് ബഹുമാനം കാണിച്ചിട്ടാ അവർ പിന്നെ സ്ഥാനമേൽക്കാൻ വേണ്ടി പോകുള്ളൂ. ഒരു പ്രധാനമന്ത്രി ഉണ്ട്, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ആദ്യത്തിൽ ജിയും അവസാനം എല്ലുമുണ്ട്. അദ്ദേഹം അത് ചെയ്തില്ല. പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കാൻ പോയ സമയത്ത് ഖാജാ തങ്ങളുടെ അടുത്തേക്ക് വന്നില്ല അയാൾ. അദ്ദേഹം മാസങ്ങളെ കൊണ്ട് പുറത്തിറങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം മുന്നോട്ട് പോയില്ല. നല്ല ഭരണമായിരുന്നു, ആർക്കും ആക്ഷേപമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നു. ഖാജാ തങ്ങളുടെ അടുത്ത് വന്ന് കണ്ട് സമ്മതം ചോദിച്ച് നമ്മൾ നോക്കണേന്ന് പറയണം. അതാ ഖാജാ തങ്ങളെ സുൽത്താനത്ത്. അപ്പൊ അജ്മീർ ഖാജന്റെ റെക്കമെൻഡ് ഉണ്ടെങ്കിലേ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം എന്താ? മൂപ്പരെ പേര്, മൂപ്പരെ സ്ഥാനം സുൽത്താനുൽ ഹിന്ദ് എന്നാണ്, ഇന്ത്യയുടെ രാജാവ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് ഭരണമേറ്റെടുത്ത എല്ലാ പ്രധാനമന്ത്രിമാരും സാക്ഷാൽ മോഡി അടക്കം അജ്മീർ ഖാജന്റെ അടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഈ ഭരണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹം ഇല്ലാതെ പറ്റൂല എന്നാ പറയണത്. അങ്ങനെ അവിടെ പോയി കിടന്ന് കുമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് തോന്നിയാസം ചെയ്യാട്ടോ, എന്ത് ന്യൂനപക്ഷ പീഡനങ്ങളും ന്യൂനപക്ഷങ്ങളൊക്കെ ഇതിലുള്ള എന്ത് നീക്കങ്ങളും ചെയ്യാം. കാരണം അജ്മീർ ഖാജന്റെ അനുവാദം ഉണ്ടല്ലോ, അവിടെ പോയി കുമ്പിട്ടുണ്ടല്ലോ.
അങ്ങനെ ചെയ്യാത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ട്. ആ പ്രധാനമന്ത്രിയുടെ പേര് ജിയിൽ തുടങ്ങി എല്ലിൽ അവസാനിക്കുന്ന പേരാണ്. അതാരാ? ഗുജറാള്, ഐക്യ ഗുജറാള്. മൂപ്പര് കുറച്ചു കാലം ഏതാനും മാസങ്ങൾ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ. അപ്പൊ ആ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം എന്താ? മൂപ്പര് അജ്മീർ ഖാജന്റെ അടുത്ത് പോയിട്ട് അവിടെ കുമ്പിട്ടും തല കുത്തി മറിഞ്ഞില്ല. അതിന്റെ പേരിലാണ് മൂപ്പര് പ്രധാനമന്ത്രി സ്ഥാനം പോയത് എന്നാണ് ഈ പിലാക്കല പിരാന്തം പറയണത്. അപ്പം പറയാ നല്ല ഭരണമായിരുന്നു ഗുജറാളിൻ്റെത്, എന്നിട്ട് എന്തേ പ്രധാനമന്ത്രി സ്ഥാനം പോയത്? അത് അജ്മീർ ഖാജന്റെ അടുത്ത് പോയി കുമ്പിടാത്തിന്റെ പേരിലാണ്. അപ്പൊ എത്ര നന്നായി ഭരിച്ചിട്ടും കാര്യമില്ല, ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല, മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ചിട്ടും കാര്യമില്ല. അജ്മീർ ഖാജന്റെ അടുത്ത് പോയി കുത്തി മരണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനം പോകും. അജ്മീർ ഖാജന്റെ അടുത്ത് പോയി കുനിഞ്ഞാലോ എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് കൊലപാതകം ചെയ്താലും കുഴപ്പമില്ല എന്നാണ് ഈ ഹംകൾ പറഞ്ഞത്. ഇവിടെ ഈ കാന്തപുരത്തിനോട് പറയാനുള്ള ഒരു അപേക്ഷയാണ്, നിങ്ങൾ ഈ ജഞ്ചാനും മന്ദിക്കും മീസാനും മറ്റതും മറിച്ചതും ഈ സൂഫി കിതാബുകളും ഈ കീറ കിതാബുകളും മാല കിതാബുകളും അതിങ്ങനെ എഴുതാനും പാടാനും പരിശീലനം കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ചെങ്കിലും ചരിത്രങ്ങൾ, ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് കുറച്ച് ചരിത്രങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം ഈ അംകൾക്ക്. അല്ലെങ്കിൽ ഇതുപോലുള്ള തോന്നിയാസങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവിടെ കേരളത്തിലുള്ള എല്ലാം കാന്തപുരത്തിൻ്റെ അനുയായികളെല്ലാം അന്തം ബുദ്ധിയുള്ളവർ പുറത്തുണ്ട്. ഇയാൾ അനുയായികൾ പറഞ്ഞ അന്തക്കേട് കേട്ടപ്പോൾ മുസ്ലിങ്ങൾ അടക്കം ചിരിക്കും. മനസ്സിലായോ? എന്തെല്ലാം അന്തക്കട വിളിച്ചു പറഞ്ഞ് ഗുജറാളിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അജ്മീർ ഖാജന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് കണ്ട് ഞങ്ങളെ കാക്കണേ അജ്മീർ ഖാജ, ഞങ്ങളെ നോക്കണേ അജ്മീർ ഖാജ എന്ന് നെഞ്ചത്തടിച്ച് കരയായിട്ടാണോ? അതിൻ്റെയൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ എന്ത്? ഇനി ആയിക്കോട്ടെ, എന്ത് രാഷ്ട്രീയ കാരണം ഉണ്ടെങ്കിലും ഗുജറാളിന്റെ പ്രധാനമന്ത്രി സ്ഥാനം പോയില്ലേ, അത് അജ്മീർ ഖാജന്റെ അടുത്തേക്ക് പോകാത്തതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ഖുറാഫിയോട് തിരിച്ചു ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തിനാണോ ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനം നിങ്ങളെ മടവൂരി തട്ടിത്തെറിപ്പിച്ചത്? എന്താണ് അതിന്റെ കാരണം? അത് പറയാം. സഹോദരങ്ങളെ, പ്രധാനമന്ത്രി സ്ഥാനം തട്ടിത്തെറിപ്പിക്കുക മാത്രമല്ല, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് വരെ ഇവലെ കൂടത്തപ്പെട്ട ഒരു വലിയാണെന്നാണ് പല വാദം. കേട്ടോളി ആ ഹമാക്കത്ത് വേറെ ഹംക്ക് പറയണത്. ഒരു കറാമത്ത് ഞാൻ പറയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പമല്ലേ, ഞങ്ങളിങ്ങനെ ഇന്ദിരാഗാന്ധി വെടി കൊള്ളുന്ന സമയത്ത് മൂപ്പർ അന്നത്തെ ഡ്രസ്സ്, ഒരു പാന്റ്, ഒരു പട്ടാള വേഷം, ശരിയായൊരു പട്ടാള വേഷം, തോക്കിന് ബദല് ഒരു വലിയ മുളയെടുത്തിട്ടുണ്ട്. ആ മുളയെടുത്തിട്ട് അതിങ്ങനെ ആയിട്ട് പട്ടാളക്കാര് നടക്കണമാതിരി ഇങ്ങനെ നടന്ന് വന്നിട്ട് പ്രധാന പള്ളിപ്പറപ്പിന്റെ മൂലക്കൽ നിന്നിട്ട് ഡൽഹിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് വേറൊരു വാക്ക് പറഞ്ഞ് ഈ സദസ്സിന് ചോദിക്കാത്തോട് ഞാൻ ആ വാക്ക് പറയണില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു 10-10:30 പണിയായപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് വെടികൊണ്ട് നമ്മൾ അറിയുന്നത്. അപ്പോ അവരുടെ കാഴ്ച എത്ര അകലം, എത്ര നേരത്തെ അത് അവർ മനസ്സിലാക്കിയിട്ട് ഉപ്പ പറയാറുണ്ട്, യൂസുഫിന് ചൂടായാൽ മറണ്ടാവില്ല കേട്ടോ. യൂസുഫിന് ചൂടായാൽ പിന്നെ ഒരു മറയുണ്ടാവില്ല. നമ്മളൊക്കെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചാലുണ്ടല്ലോ, ആ ഒളിപ്പിച്ച് വെച്ച സാധനം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പെട്ടി തുറന്നിട്ടോ അല്ലെങ്കിൽ ആക്രമിച്ചിട്ടെങ്കിലും ആ സാധനം എടുത്തിട്ട് പോകും. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല. നമ്മളെ കാഴ്ചയിൽ ഹക്കും പാത്തിലൊന്നുമില്ല പറയാല്ലല്ലോ, ആരാന്റെ എടുക്കാൻ പാടുണ്ടോന്നൊക്കെ ചോദിക്കും. അതൊന്നും അവിടെ വിഷയമല്ല. ആ പെട്ടിന്റെ ഉള്ളിന്റെ ഉള്ളത് അതും പിടിച്ച് വരച്ചിട്ടാണെങ്കിൽ മൂപ്പരെടുത്ത് കൊണ്ടുപോകും. അതിലെന്തെങ്കിലും വേറെ രഹസ്യം ഉണ്ടാവും, അല്ലാഹു അലം. എന്നാലും അങ്ങനെയാണ് മഹാനഗറുടെ. ഇത് കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി എന്ന് പറഞ്ഞ ഒരു ചെങ്ങായിന്റെ ഉറൂസിന് പ്രസംഗിച്ചതാണ്. ഇനി അച്ചങ്ങായിന്റെ കറാമത്താണോ അതോ ഇനി വേറെ ഒരു യൂസുഫിനെ കുറിച്ച് പറയുന്നുണ്ട്, അച്ചങ്ങായിന്റെ കറാമത്താണോ? ഏതാണെങ്കിലും ഈ സമസ്തക്കാർ തലയിലേറ്റി നടക്കുന്ന ഒരു വട്ടൻ അച്ചങ്ങായിന്റെ കറാമത്താണ് ഈ പറയണത്. എന്താണ്? ഒരു മിലിറ്ററിക്കാരെ വേഷമൊക്കെ ധരിച്ചിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് മിലിറ്ററി കുപ്പായൊക്കെ ഇട്ടിട്ട് ചങ്ങായി ഒരു ദിവസം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു മുള കയ്യിൽ പിടിച്ചിട്ട് ഡൽഹിന്റെ ഭാഗത്തേക്കാണ് ചൂണ്ടിയിട്ട് ടോ 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 4 വെടിയാണ്, പ്രതീകാത്മക വെടി. അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി അവിടെ വെടിയേറ്റ് വീണു എന്ന ന്യൂസ് കേൾക്കുന്നു. അപ്പൊ ഇയാള് വെടിയേറ്റിട്ടാണ് ഇന്ദിരാഗാന്ധി വീണത് എന്നാണ് ഈ കറാമത്ത്. അതല്ലെങ്കിൽ ഇതിൽ വേറെ കറാമത്തില്ലല്ലോ. നോക്കാൻ നിങ്ങൾ ഈ ഔലിയാക്കന്മാരോ ഉൽമ്, ഇവന്മാര് ഔലിയാക്കന്മാരാണ് അതോ കൊട്ടേഷൻ സംഘോ ഗുണ്ടാ തലവന്മാരോ? കാരണം അള്ള പറഞ്ഞ വലിയകളുടെ ഒരു സ്വഭാവം പോലും ഈ സമസ്തക്കാരെ തലയിലേറ്റി നടക്കുന്ന ഒരൊറ്റ വലിയനുമില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഹാന്മാരാണ്, സ്വാത്വികന്മാരാണ്.
അങ്ങനെ ഗുണ്ടാപണി എടുക്കുന്ന ആൾക്കാരല്ല ഇവർ. ഔലിയാക്കന്മാരോ വെറും കൊട്ടേഷൻ പരിപാടി, പോക്കിരിത്തരം, ഗുണ്ടായിസം, അടി, കുത്ത്, വെട്ട്, കൊലപാതകം, പോലീസ് കയ്യാണിച്ച വണ്ടി നിർത്താതെ പായ, പോലീസിന്റെ മക്കട്ട് കയറുക, മന്ത്രിമാരെ കൊല്ലുക, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കൊട്ടേഷൻ ടീമിന് വേണ്ട യോഗ്യതകൾ മുഴുവനും കേരളത്തിലെ ഈ സമസ്തക്കാർ എന്ന് പറയുന്ന ഈ പിന്തിരിപ്പൻ പ്രസ്ഥാനക്കാര് തലയിലേറ്റി നടക്കുന്ന ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ഭ്രാന്തന്മാർക്കുണ്ട്. മനസ്സിലായങ്ങള്? ഇവിടെ കേരളത്തിലല്ല ഇവിടെ നിർത്തേണ്ടത്, ബോംബെയിൽ കൊണ്ടുപോയിട്ട് അവിടെ ദാവൂദ് ഇബ്രാഹിമിന്റെയും ഛോട്ടാരാജന്റെ സംഘത്തെ കൊണ്ടുപോയി ചേർക്കണം. അവിടെ നല്ല ഭാവിയുണ്ട് വിൽക്ക്. ഇവിടെ ഔലിയാക്കളെ ചേർക്കേണ്ട സ്ഥലം അവിടെയാണ്. മനസ്സിലായോ? ആ ജാതി തോന്നിയാസങ്ങൾ അമ്മമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ വിവരദോഷിക്കാക്ക് പറയാണ്, ഈ വെടിവെച്ചു എന്ന് പറഞ്ഞല്ലോ, ഡൽഹിന്റെ ഭാഗത്ത് നോക്കിയിട്ട് ടോ 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 പറഞ്ഞ് വെടിവെച്ചല്ലോ. ആ സമയത്ത് ഒരു ഡയലോഗും കൂടി അടിച്ചു ഔലിയപ്പാപ്പേ. അത് എന്താന്ന് ഞാൻ ഇപ്പൊ പറയണില്ല, സദസ്സിന് യോജിക്കൂലെന്ന്. പച്ച തെറി പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ ഇന്ദിരാഗാന്ധിന്റെ പേരൊക്കെ വിളിച്ചിട്ട് പച്ച തെറി പറഞ്ഞ് വെടിവെച്ചതായിരിക്കും. നിങ്ങൾ ഔലിയാക്കളല്ലേ, തൊള്ളിയിൽ നല്ല വാക്കൊന്നും വരുമല്ലോ, തേറിയും ആഭാസത്തരമില്ലാതെ നിങ്ങൾ ഔലിയാക്കളെ തൊള്ളിയിൽ നിന്ന് വരുമല്ലോ. നിങ്ങൾ ഔലിയാക്കള് സാധാരണ ജനങ്ങൾ എന്താ വിളിക്കുക? നായേന്ന് വിളിക്കുക ഔലിയാക്കള്. അങ്ങനെ നായേന്ന് വിളിക്കണ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു ഹമുക്കൻ്റെ പ്രഭാഷകൻ മുനീർ ബാക്കവ്, എന്റെ നാട്ടുകാരൻ, ഇന്ന ആരും തരാം നായേന്ന് വിളിച്ചിട്ടില്ല. വിളിച്ചു കഴിഞ്ഞാല് എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു ഔലിയപ്പാപ്പ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാല്. അതാണ് പോലെ ഔലിയാക്കളെ തൊള്ളിന്ന് വരിക പച്ചത്തെറി. അങ്ങനെ എന്തെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇയാൾ പറയാണ് ഈ ചങ്ങായിന്റെ കറാമത്ത് എന്താണ്, അയാൾ എന്തെങ്കിലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാതെ ബലമായിട്ട് ചവിട്ടി പൊളിച്ചിട്ട് ആക്രമിച്ചിട്ട് എടുത്തുകൊണ്ടുപോകും. അത് ഹറാമോ ഹലാലോ എന്നൊന്നും നമ്മളെ കണക്കിൽ പറയാൻ പറ്റൂല. നിങ്ങളെ കണക്കിൽ പറയണ്ട, ഞങ്ങളെ കണക്കിൽ പറഞ്ഞരാ. ഹറാമന്നെ, ഹറാമല്ലാതെ ഹലാൽ എന്തേ നിങ്ങൾ ഔലിയാക്കൾ ചെയ്യലുണ്ടോ? അന്യന്റെ മോതിലെടുക്കുക, അന്യനെ തെറി പറയുക, ഹറാമായ കാര്യങ്ങൾ മുഴുവനും ചെയ്യുക, ഹലാലായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, നിർബന്ധപരമായി ചെയ്യാൻ വേണ്ടി ഇസ്ലാം കൽപ്പിച്ച ഒരു കാര്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ഇസ്ലാം എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യാതിരിക്കുകയും ഇസ്ലാം എന്താണോ വിരോധിച്ചത് അത് മുഴുവനും ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് തലയിലേക്ക് നടക്കുന്ന ഈ വട്ടന്മാർ, അരവട്ടും മുഴുവട്ടുമുള്ള ഈ ഭ്രാന്തന്മാർ. അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഔലിയാക്കൾ എന്ന് പറയുന്ന ആ പവിത്രമായ സ്ഥാനത്തെ നിന്ദിക്കുന്നവരാണ് കേരളത്തിലെ ഈ സമസ്ത കുബൂരികൾ. നിങ്ങളാണ് അവിടെ ഔലിയാക്കൾ നിന്ദിക്കുന്ന ആൾക്കാര്, സലഫികളല്ല. സലഫികൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കൾ ഇതല്ല. അവർ മഹാന്മാരാണ്, ഉന്നതരാണ്, സാത്വികരാണ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജീവിക്കുന്നവരാണ്, അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തവരാണ്. അവരാണ് അള്ളാന്റെ ഔലിയാക്കള്. ആ ഔലിയാക്കളെ പരിചയപ്പെടുത്തുന്നവരാണ് ഞങ്ങള്. നിങ്ങൾ പറയുന്ന പരിചയപ്പെടുത്തുന്ന ആളുകൾ തനി വട്ടന്മാരും ആഭാസന്മാരും പെൺപിടിയന്മാരും അക്രമികളും അരാജകത്വം ചെയ്യുന്ന ആളുകളും അനീതി ചെയ്യുന്ന ആളുകളും തമ്മാടികളുമാണ് നിങ്ങളുടെ ഔലിയാക്കള്. ഓരോന്നിന്റെയും ചരിത്രം ഞങ്ങൾ മാന്തി പുറത്തിട്ടരാ ഇൻഷാ അല്ലാഹ്. ഒരു പ്രധാനമന്ത്രിനെ കൊല്ലേ ഇവിടുന്ന് വെടിവെച്ചിട്ട്, ഏത് പ്രധാനമന്ത്രി? സുൽത്താനുൽ ഹിന്ദ് എന്ന് ഇവർ വാഴ്ത്തി പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികളെ നിയമിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള ഖാജാ മൊയ്നുദ്ദീന്റെ സന്തത സഹചാരിയായ ആ ഖാജാ മൊയ്നുദ്ദീൻ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രധാനമന്ത്രിയാക്കിയ ഇന്ദിരാഗാന്ധിയെ കേരളത്തിലെ ഒരു അരവട്ടൻ വൗലിയ ഇവിടെ നിന്ന് കൊല്ലുന്നു, ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനം തെറിപ്പിക്കുന്നു. എന്താ നിങ്ങളെ പ്രശ്നം? നിങ്ങൾ ഔലിയാക്കളെ അസുഖം അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളെ മലപ്പുറം ഭാഷയും പറഞ്ഞ മൂച്ചി പിരാന്ത് നല്ലത് എന്താണോ ഇതിന് പറയാ? ഇതിന് വിലായത്ത് എന്നാ പറയാ, കറാമത്ത് എന്നാ പറയാ, ഇതിനാണ് പിരാന്ത് ഉൽമു എന്ന് പറയാ. മനസ്സിലായോ? ഇന്ദിരാഗാന്ധിനെ കൊല്ല. ഏത് ഇന്ദിരാഗാന്ധി? സുൽത്താനുൽ ഹിന്ദ് എന്ന് വിശേഷിപ്പിക്കുന്ന അജ്മീർ ഖാജയുമായി ഗാഢമായ ബന്ധം പുലർത്തിയിരുന്ന ഇന്ദിരാഗാന്ധി. ആ അജ്മീർ ഖാജന്റെ മുമ്പിൽ കീഴടങ്ങുന്ന ആളാണ് സാക്ഷാൽ നരേന്ദ്രമോദി അടക്കം എന്നാണ് ഇവർ പറയണത്. കേട്ടോളി. എന്ത് പ്രശ്നത്തിനും ഖാജയുടെ പടിവാതിൽ കാണാത്തവരില്ല. ഇന്ത്യ രാജ്യത്ത് ഭരണരംഗത്തേക്ക് വന്ന എല്ലാ ഭരണാധികാരികളും ഖാജയെ സമീപിക്കാത്ത അല്ലെങ്കിൽ ഖാജയുടെ മക്കാമിൽ പുടയിടാത്ത ഒരു ഭരണാധികാരി ഇന്ത്യയിൽ മോഡി അടക്കമില്ല. എല്ലാവരും കീഴൊതുങ്ങുന്ന സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ സുൽത്താനാണ് ഖാജാ തങ്ങൾ. കേട്ടില്ലേ? അപ്പൊ മോഡി അടക്കം അജ്മീർ ഖാജയ്ക്ക് കീഴൊതുങ്ങുന്ന ആളാണ്. ഇന്ത്യയിലെ എല്ലാ ഭരണാധികാരികളും നിയന്ത്രിക്കുന്നത് അജ്മീർ ഖാജയാണെന്നാണ് ഇച്ചങ്ങായി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ രാജ്യത്തുള്ള ഏത് ഭരണകർത്താക്കള് എന്ത് തോന്നിയാസം ചെയ്താലും, എന്ത് ന്യൂനപക്ഷ പീഡനം ചെയ്താലും, എന്ത് അക്രമം ചെയ്താലും, എന്ത് അഴിമതി ചെയ്താലും അതിന്റെയൊക്കെ ഒരു പങ്ക്, അതിന്റെയൊക്കെ പങ്കുപറ്റിയാണ് അജ്മീർ ഖാജ. അയാൾ അതിന് ഉത്തരവാദി എന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ
കിങ് മേക്കർമാരാണ്. ഇന്ത്യ രാജ്യത്തെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും രാഷ്ട്രപതിയെയും എല്ലാം നിയമിക്കാൻ കെൽപ്പുള്ള ഔലിയാക്കന്മാരെ ട്രൗസറിന്റെ പോക്കറ്റിട്ട് നടക്കുന്ന യുവന്മാർക്ക് ഇപ്പൊ ഈ കേരളത്തിൽ നടന്ന ഇലക്ഷനിൽ ഇവർ ഇഷ്ടപ്പെട്ട പാർട്ടിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇവരിവിടെ വിചാരിച്ചിരുന്ന ഇടതുമുന്നണി കൊണ്ട് അധികാരത്തിൽ വരണം, ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ സഹായിക്കും എന്ന് വെച്ചാൽ ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾ ഔലിയാക്കൾ സഹായിക്കും. എന്നിട്ടോ ഔലിയാക്കൾ സഹായിച്ചോ? ഇപ്പൊ കേരളത്തിൽ UDF തരംഗം ആഞ്ഞു വീശിയപ്പോ നിങ്ങൾ ട്രൗസറിന്റെ പോക്കറ്റ് കിടക്കുന്ന ഔലിയാക്കന്മാർക്ക് എന്തായിരുന്നു പണി? എന്താ അവർ ഉദ്ദേശിച്ചത്? നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെ സഹായിക്കണം എന്നുള്ള ബോധം അവർക്കില്ലായിരുന്നോ? അപ്പൊ സഹോദരങ്ങള്, ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവന്മാർ ഈ നിരന്തരം ഔലിയാക്കളെ പേരിൽ കറാമത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും കേവലം ബഡായികൾ മാത്രമാണ്. മായാവി കഥകളെ പോലും തോൽപ്പിക്കുന്ന ബഡായി കഥകൾ. മായാവി കഥക്കുണ്ടാവും ചെറിയൊരു ലോജിക്കൊക്കെ. യുവന്മാരെ ഔലിയാക്കളെ കഥക്ക് ഒരു ലോജിക്കും ഇല്ല, ഒരു തലയില്ല, വാലുമില്ല. അങ്ങനെ തൊള്ളി തോന്നിയത് ഓരോ പിരാന്തന്മാരും മൈക്ക മുമ്പ് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും. അങ്ങനത്തെ കഥകളാണ് ഇവർ ഈ മടവൂരടക്കമുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അള്ളാ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. മടവൂരിനെ കുറിച്ച് ചില വിഷയങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്. ഇവർ പറഞ്ഞ് ഈ മടവൂരിനെ എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളത് ഇൻഷാ അള്ളാ ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.